എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഡ്ലി, ദോശ, ഇടിയപ്പം, ഉപ്മാവ്, അതുപോലെ ഏതൊക്കെ പലഹാരത്തിനാണോ നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കണത് അതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. നല്ല എളുപ്പമാട്ടോ ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കരുതേ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, 6 കപ്പലമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം കുറച്ച് നേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പായിട്ട് വേറൊരു ടിഫിൻ സാമ്പാർ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ എണ്ണയെ ചേർത്തിട്ടില്ല കേട്ടോ. എണ്ണ ചേർക്കാതെ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മാത്രമല്ല ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്, കൈവിടാതെ ഇളക്കുകയും വേണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കണത് ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനായിട്ടാട്ടോ. അപ്പോൾ ഉഴുന്നുവട എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരും അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി അടുത്തത് ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അത് പൊട്ടിയ ശേഷം 2 കപ്പലമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഷെയർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ പലതരം ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സാണ് സെയിൽ ചെയ്യണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അതിൻ്റെ വാട്സപ്പ് ലിങ്കെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിന് മാത്രമായിട്ടുള്ള ഒരു ചാനൽ കൂടി ഉണ്ട്. അതിൻ്റെ പേര് ഷുഗർ ആൻഡ് സ്മൈൽസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആവണ വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കൂടെ ചെറിയ ഒരു വലിപ്പത്തിലുള്ള പുളി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം മല്ലിയില തൂവിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കാൻ പോണത് ഓപ്ഷനിലാണ്. 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കറികളുടെ അവസാനം ഇങ്ങനെ ചേർത്ത് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിഫിൻ സാമ്പാറല്ലേ. നമുക്കിതിൽ പരിപ്പ് വേണ്ട, തേങ്ങ വേണ്ട, പച്ചക്കറികൾ വേണ്ട. അപ്പോൾ അത്രയും എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.